നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? വായ തുറന്ന് ശ്വസിക്കുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് മൗത്ത് ബ്രീത്തർ ആവുന്നത്? മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റാതെ വായിലൂടെ ശ്വസിക്കുമ്പോഴാണ് നമ്മൾ മൗത്ത് ബ്രീത്തിങ് വരുന്നത്. മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്കോ ചെറിയ രീതിയിൽ ദശ വളരെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് ഈ മൗത്ത് ബ്രീത്തിങ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ വായയുടെ ഷേപ്പും മുഖത്തിൻ്റെ ഷേപ്പും ഈവൻ പല്ലുകൾ തള്ളാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ ENT കൺസൾട്ട് ചെയ്ത ശേഷം ഡോക്ടറോട് ചോദിച്ച് മൂക്കിൽ ഡീവിയേഷൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ ഡെൻ്റൽ ബ്രേസസ് ഇടാനായിട്ട് അല്ലെങ്കിൽ അലൈനേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാരണം കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ ബ്രേസസോ അലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് അത്രത്തോളം നന്നാവാൻ സാധ്യതയില്ല. വീണ്ടും അത് റിലാപ്സിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ENT കൺസൾട്ട് ചെയ്ത് നമ്മുടെ മൂക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം മൗത്ത് ബ്രീത്തിങ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയ ശേഷം മാത്രം അലൈനേഴ്സോ ബ്രേസസോ ഇടുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ.